മലപ്പുറത്ത് നിന്നും കാണാതായ വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് മരിച്ച നിലയിൽ. പെരിന്തൽമണ്ണയ്ക്ക് സമീപം കുരുവമ്പലത്ത് നിന്നും കാണാതായ വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുരുവമ്പലം പൊട്ടിപ്പാറ ഹൌസിലെ ബഷീറിന്റെ മകൻ മുഹമ്മദ് സിനാന്റെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻഷ്യൽ ഏരിയയിലെ വിജനമായ സ്ഥലത്താണ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ച രാവിലെയാണ് കുരുവമ്പലത്ത് നിന്ന് വിദ്യാർത്ഥിയെ കാണാതായത്. ചൊവ്വാഴ്ച മലപ്പുറത്തെ മദീൻ കോളേജിലേക്ക് പോയ സിനാനെ പിന്നീട് കാണാതാവുകയായിരുന്നു. മകനെ കാണാനില്ലെന്ന് കാണിച്ച പിതാവ് കൊളത്തൂർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. അന്വേഷണം പുരോഗമിക്കവെയാണ് തിരുവനന്തപുരത്ത് മരിച്ചതായി കൊളത്തൂർ പോലീസിന് വിവരം ലഭിക്കുന്നത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കുപ്പിയിൽ പെട്രോൾ പോലുള്ള ദ്രാവകവുമായി സിനാൻ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബാലതാരമായി തിളങ്ങിയ ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലയാള സിനിമയിൽ ബാലതാരമായി പ്രേക്ഷകമനം കവർന്ന 30-കാരൻ ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യന്നൂരിലെ സ്വവസതിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. ബാലതാരമായി 50ഓളം സിനിമകളിൽ അഭിനയിച്ച ഹരിമുരളി ലാലോലം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്കെത്തിയത്. ഹരിമുരളിയുടെ അപ്രതീക്ഷിത വിയോഗം സുഹൃത്തുക്കളെയും സിനിമാ പ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കിടന്ന മധ്യവയസ്കനെ ചൂടുവെള്ളം ഒഴിച്ചു പൊള്ളിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. വടക്കാഞ്ചേരി തെക്കങ്കര കിഴക്കുകൂട്ടുവളപ്പിൽ രാജനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ച് ബോധമില്ലാതെ തന്റെ വീടിന് മുന്നിൽ കിടന്നതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചതെന്നാണ് ഇയാളുടെ മൊഴി. കഴിഞ്ഞ തിരുവോണ ദിവസമാണ് സംഭവം നടന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ പാണൻ വീട്ടിൽ ശശി 1.5 മാസത്തിലധികം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഇരുകാലുകളിലും ഗുരുതരമായ പൊള്ളലാണ് ഉണ്ടായിരുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രാജനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. മറ്റൊരു മദ്യപാന സദസ്സിനിടെ രാജൻ തന്നെ ഈ സംഭവം വെളിപ്പെടുത്തിയതോടെയാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത്. രാജന്റെ വെളിപ്പെടുത്തൽ കേട്ട സാക്ഷി പിന്നീട് കോടതിയിൽ മൊഴി നൽകിയതോടെയാണ് കേസിന് തുമ്പുണ്ടായത്. കുപ്രസിദ്ധ ഗുണ്ട പരട്ട അരുൺ തിരുവനന്തപുരത്ത് പിടിയിൽ. വധശ്രമ കേസിലാണ് കുപ്രസിദ്ധ ഗുണ്ടയായ പരട്ട അരുൺ പിടിയിലായത്. പേട്ട പോലീസാണ് കണ്ണമൂല സ്വദേശി അരുണിനെ അറസ്റ്റ് ചെയ്തത്. കണ്ണമൂല സ്വദേശി ശിവൻജി നായരെ വധിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ്. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ അരുണിനെതിരെ ശിവൻ മുമ്പ് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ശിവനെ വധിക്കാൻ ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ശിവനെ വധിക്കാൻ ശ്രമിച്ചതിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിക്കെതിരെ പേട്ട സ്റ്റേഷനിൽ മറ്റൊരു കൊലപാതക കേസ് നിലവിലുണ്ട്. മെഡിക്കൽ കോളേജ് വഞ്ചിയൂർ സ്റ്റേഷനുകളിലായി 25ഓളം കേസുകളിൽ പ്രതിയാണ് പരട്ട അരുൺ. ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാമനപുരം കണിച്ചോടാണ് 1 വയസ്സുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകൾ പവിത്രയാണ് മരിച്ചത്. കുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അമ്മ അശ്വതിയെ പോലീസ് വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റഡിയിലെടുത്തു. കട്ടിലിൽ അനക്കമില്ലാതെ കിടന്ന കുട്ടിയെ മുത്തശ്ശിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലെത്തുമ്പോൾ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തുടർന്ന് മുത്തശ്ശി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അശ്വതിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ ഭർത്താവിനൊപ്പമായിരുന്നു. 3 ദിവസം മുമ്പാണ് ഇളയ കുട്ടിയുമായി കണിച്ചോടുള്ള വീട്ടിലെത്തിയത്. കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ചുണ്ട് പൊട്ടിയതായും പറയപ്പെടുന്നു.